കാസർഗോഡ് കാഞ്ഞങ്ങാട് സിനിമ ടിക്കറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി. ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമ തിയേറ്റർ കാലിയാക്കുകയും 1.5 ലക്ഷം രൂപ നഷ്ടം വരുത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ കാഞ്ഞങ്ങാട് VGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. ആഴ്ചകൾക്ക് മുൻപ് പ്രദർശനത്തിനെത്തിയ രേഖാചിത്രം എന്ന സിനിമയുടെ 2 ഷോ മുടങ്ങിയതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാർ പരാതി നൽകിയത്. സീറ്റ് ബുക്ക് ചെയ്ത ശേഷം 9 മിനിറ്റിനുള്ളിലേ പണം അടയ്ക്കേണ്ടതുള്ളൂ. 9-ാം മിനിറ്റിന് തൊട്ട് മുൻപ് ബുക്ക് ചെയ്തത് മുഴുവൻ റദ്ദാക്കും. ഉടൻ വീണ്ടും ബുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ 9 മിനിറ്റിലും സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ തുറന്നാൽ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായി കാണും. തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ ഒരു സീറ്റ് പോലും ബാക്കിയില്ലാതെ എല്ലാം ബുക്ക് ചെയ്തിരിക്കും. സിനിമ തുടങ്ങിയപ്പോൾ ഒരാൾ പോലും എത്തിയില്ല. ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയപ്പോൾ മുഴുവൻ ടിക്കറ്റുകളും റദ്ദാക്കിയതായി കാണുകയും ചെയ്തു. മോർണിംഗ് ഷോയും മാറ്റിനിയുമാണ് മുടങ്ങിയത്. ആപ്ലിക്കേഷനിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതായിരിക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് സംശയം ബലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. രേഖാചിത്രം എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ ബുക്കിംഗ് സൈറ്റ് ഫുള്ളായി കിടക്കുന്നതായി കണ്ടു. പിന്നീട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി. മനഃപൂർവ്വം സീറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ബുക്കിംഗ് ചെയ്യാതെ അത് ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഈ പ്രവണത തുടർന്നു. ഞങ്ങൾ ബുക്ക് മൈ ഷോ ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് മനഃപൂർവ്വം ആരാ ചെയ്യുന്നതെന്ന് മനസ്സിലായി. സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും പോലീസ് അന്വേഷിച്ച് ആളെ കണ്ടെത്തി. നിർഭാഗ്യവശാൽ അത് നമ്മുടെ സമീപത്തെ തിയേറ്ററിൻ്റെ ഉടമയുടെ മകനാണ്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. ആപ്ലിക്കേഷനിലെ പണമടയ്ക്കുന്ന രീതിയിലെ ന്യൂനത മനസ്സിലാക്കിയാണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് സമാന രീതിയിൽ ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.